സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മസ്കോ 80. അപ്പോൾ രാവിലെ തന്നെ വണ്ടി എടുക്കാൻ തന്നെ ഗൈസ്. അപ്പോൾ ഗൈസ് ഇവിടെ ആരും അരച്ചുകൊണ്ടാണ് പോയിക്കണം ഗൈസ്. ഇപ്പം നേരെ ഒരു പോളോ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഒരച്ചാണ് പോയിക്കണേ. നേരെ ആ പാലത്തിന് അങ്ങോട്ടാണ് ഗൈസ് പോയത്. പിന്നെ നമ്മളെ വണ്ടി എടുക്കണ പറഞ്ഞാൽ കടയിലാണ് ഗൈസ്. കാരണം എന്താ വെച്ചാൽ വർക്ക്ഷോപ്പിൽ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു പണിക്കൊടുത്തേനി. പണി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടീനി, കിറ്റെല്ലാം ഊരിക്കണ് പറഞ്ഞാണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ ഒരു മച്ചാൻ കമൻ്റ് ഇട്ടിരുന്നു ഗൈസ്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിനി എന്താ പോരാ, ഒരു നിങ്ങളെ പേര് താഴെ കമൻറ്റ് ചെയ്താലേ നമ്മൾ ആ പേര് വണ്ടിയുമ്പോൾ കൊടുക്കാമെന്ന്. അപ്പം ഒരു മച്ചാൻ അങ്ങനെ കമൻറ്റ് ഇട്ടിക്കണേ. അപ്പോൾ നമ്മൾ കൊടുത്താണ് ഗൈസ്. ആ മച്ചാൻ്റെ പേര് എന്താ അറിയോ? അൻസിൽ ഗൈസ്. ആ നമ്മൾ ഫ്രണ്ടിലും കൊടുത്ത് ബാക്കിലും കൊടുത്ത് പക്ഷെ നമ്മൾ കൊടുക്കും കേട്ടോ ഗൈസ്. അൻസിൽ. അപ്പോൾ അൻസിൽ ബ്രോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ അൻസിലിൻ്റെ ആഗ്രഹം പോലെ നമ്മൾ വണ്ടിയുമ്പോൾ ഇതടിച്ചിക്കണേ. അപ്പം നിങ്ങളും കമൻറ്റ് ഇടി ഗൈസ്. നിങ്ങൾ എന്തായാലും ഇപ്പോൾ വെറുതെ കണ്ടുകൊണ്ടിരിക്കല്ലേ, നിങ്ങളെ പേരൊക്കെ കമൻറ്റ് ഇടി. അതിൽ ഞാൻ എങ്ങനെയും അല്ലെങ്കിൽ നല്ലൊരു കണ്ടൻറ്റും വേണ്ട, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ നിങ്ങളെ പേരും വണ്ടി മേടും ഗൈസ്. അപ്പോൾ പെൻസിൽ നിന്നിട്ടാണ് നമ്മളെ വണ്ടിമേ ഫ്രണ്ടിലും ബാക്കിലും ഇട്ടിക്കണേ. അപ്പോൾ അടുത്ത പേര് വരുന്നവരെ എനിക്ക് വേറെ തന്നെ നമ്പർ പ്ലേറ്റ്. അപ്പോൾ നമ്മൾക്ക് ഇനി കുറച്ച് പരിപാടികളുണ്ട് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബസ് എടുക്കാണ്ട് ഗൈസ്. നമ്മളെ ബസ് ഇപ്പോൾ ട്രോപ്പിക്ക് കൊണ്ടെടുക്കാണ്ട്. കാരണം നമ്മളെ ബസ് ഇപ്പോൾ ഇവിടെ നമ്മുടെ സിറ്റി ടൂലുണ്ട്. സിറ്റി ടൂലിനെ ഇവിടെ നമ്മളെ സ്റ്റേഡിയത്തിലുണ്ട് വന്നിട്ട് ഗൈസ്. ആ സ്റ്റേഡിയത്തിൽ ഞാൻ കൊണ്ടുപോയിട്ടാണ് നമ്മൾ 0. അപ്പോൾ ആ ബസ് എടുത്തുകൊണ്ട് നമുക്ക് നേരെ ഇനി എങ്ങോട്ട് വേണം അറിയോ? എങ്ങോട്ടാണ് എന്താ പറയുക, ട്രോപ്പിക്ക് പോകണം. എന്നിട്ട് അവിടെ കുറച്ച് ലൈറ്റ് വർക്ക്സ് ഉണ്ട്, അതിന് കൊടുക്കണം വണ്ടി. അപ്പോൾ ബസ് പോയി എടുക്കട്ടെ ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടേക്ക് മാർക്ക് ചെയ്തേക്കാം. അപ്പോൾ ഗൈസ് നിങ്ങളും കമൻ്റ് ഇടുക ഗൈസ്. എന്തായാലും വെറുതെ ഇരിക്കല്ലേ, അത് കമൻ്റ് ഇട്ടേക്ക്, പേര് വന്നോട്ടെ വണ്ടിമേ. പിന്നെ ഗൈസ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ ഇടാം. ഞാനൊരു കാര്യം പറഞ്ഞേക്ക് ഗൈസ്. നിങ്ങൾക്ക് ഉണ്ടാവില്ലേ ഈ വണ്ടിമേ എൻ്റെ പേര് വേണമെന്ന്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാരവാനുമേ എൻ്റെ പേര് ചെയ്തോ, അങ്ങനെ ഇട്ടോളി കേട്ടോ. ഏത് വണ്ടിമേലെ ഇതുണ്ട് ഇട്ടോളി. അപ്പം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന ആൾക്കാരതൊക്കെ ഞാൻ ആക്കി കണ്ട് കാണിച്ചിട്ടുണ്ട് ഗൈസ്. വണ്ടി എന്താണെന്നറിയില്ല ഗൈസ്, പൊലം സ്കിഡാവില്ലേ, ടയറ് മാറ്റാഞ്ഞിട്ടാണോ എന്നും അറിയില്ല ഗൈസ്. ഞാൻ കാണിച്ചു തരാം. അതായത് ഓൾ വീൽ ഡ്രൈവാണ് ഗൈസ് എടുക്കണത്. എന്നിട്ടും എന്താ ഇങ്ങനെയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ടയറിനുള്ള അൻസിൽ നമ്മളെ മച്ചാൻ്റെ പേര് എഴുതാൻ കൊടുത്തപ്പോൾ തന്നെ ഒരു ടയർ മേങ്ങിയതിന് എന്തായാലും മറന്ന് ഗൈസ് നൈസായിട്ട്. ഗൈസ് ഇനി ഇവിടെ എവിടെയാണ് എൻ്റെ വണ്ടി എടുക്കണേ. അപ്പോൾ ഞാൻ തപ്പിയിട്ടെ സിവിക്ക് ഇവിടെ സേഫാക്കി പാർക്ക് ചെയ്യട്ടെ. ഇവിടെ നിന്നും നമ്മളെ വണ്ടി ആരെടുക്കില്ല ഗൈസ്. ആൾക്കാർക്ക് വിചാരിച്ചൊന്നും അൻസിലെന്ന് പേര് വിചാരിച്ചും ഗൈസ്. ഇതിലുള്ള ആൾക്കാർക്ക് വിചാരിച്ചും എൻ്റെ പേരാണ് അൻസിൽ വിചാരിച്ചും ഗൈസ്. അപ്പം എന്തായാലും ഇതിൻ്റെ ഈ പേര് മാറ്റിയിട്ട് ഗൈസ്. ഞാൻ എൻ്റെ പണ്ടത്തെ മാസ്ക് വെട്ടി നിട്ടാണ് ഗൈസ്. അതിൻ്റെ ശേഷം മാറ്റിയിട്ട് വണ്ടി സിവിക്ക് ഒന്ന് ലോവൈഡ് പൊന്തിച്ചണം ഗൈസ്. തീരെ എവിടെയും കയറ്റാനും വേണ്ടി പറ്റണില്ല ഗൈസ്. അപ്പം എൻ്റെ ബസ് ഞാൻ റോഡ് ഇട്ടി ഞാൻ തപ്പട്ടെ. അപ്പോൾ നമുക്ക് തപ്പിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് കുറേ നേരമായി ഗൈസ് നമ്മളെ കിടന്ന് തപ്പണേ. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ സിവിക്ക് എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചാണ് ഞാൻ കൊണ്ടുപോകാൻ പറഞ്ഞത്. കാരണം ഇവിടെ ഇട്ടുകൊണ്ട് നമ്മൾ തപ്പി ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും
അവിടെ ഏകദേശം തപ്പിൻ്റെ പിന്നെ ഇങ്ങോട്ട് ഇങ്ങനെ വന്നപ്പോഴത്തേനും നമ്മളെ സീക്കുമ്പോൾ ചുറ്റുപടുത്തും ആൾക്കാർ കുട്ടികളും അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞ ഇവിടെ ഒന്നും സേഫല്ല പിന്നെ അതിനുമ്പോൾ തന്നെ നമ്മുടെ കളിയൊക്കെ നടക്കേണ്ട കാര്യത്തിൽ അപ്പോൾ നമ്മൾ കൊണ്ടേ കൂടെ കണ്ട ഫൈനൽ ഇറക്കാൻ പോവാണ് ഇവിടെ. അതുകൊണ്ട് നമ്മുടെ ഫ്രണ്ടിനെ വിളിച്ചാണ് സീക്ക് ഉണ്ടാകാൻ പറഞ്ഞ് അവിടെ മൊത്തം തപ്പിയപ്പോഴത്തേനും ഞാൻ കഴിഞ്ഞു ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകുന്ന നോക്കട്ടെ. അപ്പം ഞാൻ വെറുതെ ഉടറ്റും പോയി അതൊക്കെ എടുക്കണം എൻ്റെ ചെക്കൻ. ആർക്കൊക്കെ എൻ്റെ ബസ് അറിയാം? ആർക്കും അറിയില്ല ഗൈസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ മറ്റേ എൻ്റെ തമ്പുരാൻസ് അല്ലേ? തമ്പുരാൻസ് തമ്പുരാൻസ് ഇപ്പം നമ്മളെ ഇതിലുണ്ട്, പക്ഷെ എൻ്റെ ഫ്രണ്ടിൻ്റെ ആക്കിലാണെന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ ബസ്സാണെന്ന് വെച്ചാൽ അതുമല്ല, എനിക്ക് കാരണം സത്യത്തിൽ 2 ബസ്സുണ്ട് ഗൈസ്. അപ്പോൾ തമ്പുരാൻസ് കുറച്ച് ഇതായതുകൊണ്ട് ട്രിപ്പിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളൊക്കെ നമ്മളെ കാർണിവൽ ആണ് ഉള്ളത്. വൈൽഡ് ബോൺ നമുക്ക് വണ്ടി ഒന്നായിട്ട് ചുറ്റും കാണിച്ചു തരാം. ഫ്രണ്ടിൽ 0 കാർണിവൽ വൈൽഡ് ബോൺ എന്നൊക്കെ എഴുതി കണ്ട് പിന്നെ ഒരു ഫ്രാൻസിൻ്റെ കൂട്ടിയൊക്കെ വെച്ചു ഗൈസ്. പിന്നെ സ്ട്രോബ് ലൈറ്റ് ഉണ്ട്, ഓഫാക്കിയിട്ടാണ് ഞാൻ. പിന്നെ സൈഡിൽ ഒരു സ്റ്റിക്കറിൽ 0 പിന്നെ ഗ്ലാസ് വെക്കാൻ വിത്ത് ട്രൂ. ബാക്കിൽ 0 ഗൈസ് ചുറ്റും. പിന്നെ ഒരു ഇതിനെന്താ പറയുക, ഇഷ്ടിക എന്താ പറയുക ഗൈസ്, ഡിഫറെൻറ്റ് ടൈപ്സ് എന്നൊക്കെ എഴുതി കണ്ട നമ്മുടെ അപ്പുറത്തെ സൈഡ് എടുത്താൽ മതി ഗൈസ്. എന്തെങ്കിലും ബസ്സിൽ കയറട്ടെ നമ്മളൊക്കെ ഓക്കെ. ഇതാണ് എൻ്റെ ബസ് ഗൈസ്. കുറച്ച് ആൾക്കാരെ നിങ്ങൾ കാണാൻ ചാൻസ് ഇല്ല, കാരണം ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അധികം അങ്ങോട്ടും പോയിട്ടില്ല. പക്ഷേ ഇതിലുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടാകും ഗൈസ് കുറേ. ഞാൻ അങ്ങോട്ടും ഇതിൽ ഒട്ടിക്കണേ, പക്ഷെ ഇങ്ങോട്ടല്ലേ ബസ് ഓട്ടുമ്പോൾ വേറെ തന്നെ ഫീലാണ് ഗൈസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ബസ് ഓട്ടണ ഇഷ്ടമാണോ ഗൈസ്? ഒറ്റയ്ക്ക് ആരുമില്ലാതെ. അപ്പോൾ ഇനി നമ്മുടെ 0 നിങ്ങളെ പേര് എഴുതണമെങ്കിൽ അതൊന്ന് കമൻ്റ് ഇടുക. നമ്മളെ ബസ്സുമ്മൽ എഴുതാം, ഏത് വണ്ടി വേണമെങ്കിലും എഴുതാം. എന്തായാലും ഇങ്ങനെ ഇടട്ടെ, അതാണ് സുഖം ഗൈസ്. വണ്ടി എന്തെങ്കിലും ഒരു സ്ഥലത്തൊക്കെ ഒതുക്കി കാട്ടെ. ട്രോപ്പിക്ക് വെള്ളം മാർക്ക് ചെയ്തട്ടെ ഗൈസ്. ട്രോപ്പിക്ക് ഇപ്പോൾ എങ്ങനെയാണ് പോലെ മറന്നൊക്കെ ഗൈസ്, കുറേ കാലമായി ഗൈസ് പോയിട്ട്. അതിൻ്റെ അടുത്താണ് ഗൈസ്. എങ്ങനെയാണ് അങ്ങോട്ടല്ല ഇങ്ങോട്ട് ഇതാണ് ഗൈസ് നമ്മുടെ ട്രോപ്പിക്ക്. ഓക്കെ പോവാം, 10 മിനിറ്റ്. ഓക്കെ റെഡിയോ ആക്കിയതാ ഗൈസ്. മറ്റേത് ഒക്കെ പാടി ഇങ്ങനെ തുറന്ന് നിൽക്കും ഗൈസ്, അപ്പോൾ രസം ഉണ്ടാവില്ല. നമുക്ക് എന്തായാലും ഇനി കത്തിച്ച് പോവാം. ശരി, ഒരു പ്രശ്നമുണ്ട് ഗൈസ്. ഐഡിയ ഒക്കെ ഞാനെങ്ങനെ ഗൈസ് പിന്നെ ഇതാവുക എന്താ പറയുന്നത്, ഞാൻ ഐഡിയ ആക്കി എങ്ങനെ ഗൈസ്. ഞാൻ ഇത് കാണുക, മറ്റേ മാപ്പ് കാണുക. മാപ്പ് ഉണ്ടല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഞാൻ എന്താ മണ്ടനാ ഗൈസ്. അപ്പോൾ നമുക്ക് ഐഡിയ മാറ്റാം. സ്ട്രോബ് ലൈറ്റ് ഓൺ ആക്കിയാട്ടെ. ഞാൻ ഇപ്പോൾ അങ്ങനെ ഗൈസ് കുറേ കാലത്തിന് ശേഷം സ്ട്രോബ് ലൈറ്റ് വീണ്ടും ഇപ്പോഴാണ് വണ്ടിക്ക് ഒന്നും പാടി ഒരു പവറായത്. നമുക്ക് വേറെ ഒന്നും പറയണേ, നമുക്ക് നേരെ പോവാം ഗൈസ്. ഇത് വേറെ വൈബന്നെ ഗൈസ്. നമ്മളെ സ്വന്തം ബസ്സിൽ നമ്മളൊറ്റക്ക് ഗൈസ്. അപ്പോൾ അവിടെ ഇനി പോവാ. ഒരു ചെറിയ ലൈറ്റിൻ്റെ ഇഷ്യൂസാണ് ഗൈസ്. നമുക്ക് വണ്ടിയിൽ കുറച്ച് ലൈറ്റ്സ് കുറവാണ്. അപ്പോൾ അതിൻ്റെ ഒരു പണിയാണ്. മിക്കവാറും നമ്മൾ പോയാൽ നമ്മളെ തമ്പുരാൻസിനെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. നമ്മളെ മഞ്ഞ തമ്പുരാൻസിന് റൊസാരിയോ അതിന് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും ഗൈസ് മിക്കവാറും. ചിലപ്പോൾ അവിടെ ഉണ്ടാവും, ചിലപ്പോൾ വല്ല ട്രിപ്പും പോയിട്ടുണ്ടാവും ഗൈസ്. ഈ നമ്മൾ 0 ഇറങ്ങിയത് ആരും അങ്ങനെ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇതിന് വലിയ ട്രിപ്പൊന്നും കിട്ടില്ല.
പിന്നെ guys, ഞാൻ എൻ്റെ 2 ബസ് റൂട്ടിൽ നമ്മുടെ ഇവിടെ തന്നെയാണ്, സ്റ്റേഡിയത്തിലാണ്. അവിടെ നല്ല സ്പേസ് ഉണ്ടാവും ഗൈസ്, അതുകൊണ്ട് അവിടെയാണ് നല്ലത്. ഗൈസ് ഇവിടുന്നൊരു വളവായിരുന്നില്ലേ, നല്ല സീൻ വളവാണ് ഗൈസ്. ഇന്ത്യയൊക്കെ തന്നെ എത്ര വട്ടം എൻ്റെ പോള വഹിക്കണ കയറിക്കണ അറിയുമേ, കുറേ വട്ടം പേടിച്ചാണ് ഗൈസ്. ഞാൻ അവിടെ നിന്നിട്ടല്ലേ. ഏകദേശമൊക്കെ എനിക്കറിയാം, പിന്നെ ചില റൂട്ടിൽ നിന്നാണ് അറിയത്തുള്ളൂ. അതിനാണ് പിന്നെ ഒരു സേഫ്റ്റിക്കാണ് ഞാൻ മാപ്പ് ഇട്ടത്. ഓക്കെ, തൊട്ടില്ല. ഓ ഗൈസ്, ഞാൻ വിചാരിച്ച് തട്ടിയാ പിന്നെ ഗൈസ് പോണോടത്തുനിന്ന് പിന്നെയും നന്നാക്കണം. അതിന് പിന്നെ 5-6 ദിവസം 7 ദിവസമൊക്കെ ആവും. നമുക്ക് ഈ വഴി പോവാം, അതാ നല്ലത്. എൻ്റെ അടുത്തിൽ രണ്ടും കുറച്ച് പണി തന്നെയാണ് ഗൈസ്. ബസ്സായിട്ട് പോയത് ഇവിടെ കുറച്ച് പണിയാണ്, ബാക്കിയുള്ള വണ്ടികളാണ് ഓക്കെ. ഇവിടെ നിന്നൊക്കെ സ്പീഡ് പോണ കാര്യം ചിന്തിക്കാനേ പറ്റില്ല ഗൈസ്. ഞാൻ കാറായിട്ട് തന്നെ പോകുമ്പോൾ തന്നെ അവിടെയും പൊടി അരിഞ്ഞ് കണ്ടൊക്കെയാണ് ഗൈസ് പോലെ. ശരിയല്ല, നമ്മളെ പോളായിട്ട് പോകുമ്പോൾ ഉണ്ടല്ല സുഖമായിട്ട് പോകുക ഗൈസ്. എനിക്ക് പോളോ കിട്ടാത്തൊരു സ്ഥലമുണ്ട്, അത് മറ്റേ ഞാൻ പറഞ്ഞില്ല വളവ്, അവിടെ നമ്മൾ പോളോ തീരെ കൺട്രോൾ കിട്ടില്ല ഗൈസ്. ട്രോപ്പികളൊന്നും ടൈമിൽ ആരും ഉണ്ടാവില്ല ഗൈസ്, കാരണം ഉച്ച ടൈമാണ്. അതുകൊണ്ട് ഈ സമയം നമ്മളെ കട ഏകദേശം എത്താനാണ്. നമ്മളെ ഈ ഷോറൂമില്ലേ ഗൈസ്, കാർ എന്തിന് ഓട്ടോമോട്ടീവ് ഷോപ്പിലാണ് ഗൈസ് നമ്മളെ വണ്ടി എടുക്കണേ. ഇവലാണ് ഗൈസ് ട്രോപ്പിക്കത്തെ ഏറ്റവും നല്ല, ട്രോപ്പിക്കത്തെ നല്ല എവിടുത്തെ നല്ല ആൾക്കാർ ഇവലാണ്. ഇപ്പം നമുക്ക് ബസ്സൊന്ന് ഇവിടെ ഇട്ടുകാണ്ട് പോയി ചോദിച്ചു നോക്കണം. വേണ്ട ഗൈസ്, എൻ്റെ ഫ്രണ്ട് വിളിച്ചറിഞ്ഞിരിക്കണം ഞാൻ അങ്ങനെ ബസ്സിട്ട് വരുന്നേ. പിന്നെ നമുക്ക് ബസ് ഇട്ട് കണ്ടിട്ട് പോയാൽ മതി. നമുക്ക് പിന്നെ 0 കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇവിടെ തമ്പുരാൻസ് ഉണ്ടായി നമ്മളെ ഇല്ല ഗൈസ്. അപ്പോൾ തമ്പുരാൻസിനെ കാണാൻ പറ്റില്ല ഗൈസ്. ഞാൻ വിചാരിച്ചു തമ്പുരാൻസൊക്കെ ഉണ്ടാവുന്നേ, തമ്പുരാൻസ് ഇവിടെ ഉണ്ടാവുന്നതാണ് ഗൈസ്. ഇവിടെ ഇടണോ അതോ അങ്ങോട്ട് സർവീസ് സെൻ്ററൊക്കെ ഇറക്കില്ലല്ലേ, സർവീസ് ഒന്നും ഉണ്ടില്ലേ ഇവിടെ ഇറക്കല്ലേ, ഇവിടെ ഇറക്കാം ഇല്ലല്ലേ. അപ്പോൾ ഇവിടെ അങ്ങനെ കിടന്നോട്ടെ, മറ്റേ ഫുള്ളായിട്ട് ഇറക്കാണ്ടല്ലോ നമുക്ക് ഇതിൽ കൂടെ. വണ്ടി ലോക്കാക്കി നമ്മൾ ഇറങ്ങിയേക്കണേ. ഇനി ഓലി റെഡിയാക്കിക്കോളും ഗൈസ്, നമുക്ക് ഇനി നോക്കേണ്ട കാര്യമില്ല. ഓ ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പോവാണ്. ഓ, നിങ്ങൾക്ക് 0 ആണോ തമ്പുരാൻസ് ആണോ ഏറ്റവും ഇഷ്ടം ഗൈസ്? നമ്മുടെ മഞ്ഞ റൊസാരിയോ തമ്പുരാൻസ് അതാണോ, അതോ നമ്മുടെ 0 ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട്? അതൊന്ന് കമ്പനി ഇടുക. പിന്നെ ഗൈസ്, നമ്മളെ വണ്ടി ഏത് വണ്ടിമ്മലാണ് പേരെടുക്കേണ്ടി, അങ്ങനെ ഒരു ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടോളി ഗൈസ്. അപ്പോൾ ഗൈസ്, ഇനി ഞാൻ ഇതിൽ കൂടെ വല്ല ഹർത്താലാണ് ഗൈസ്. ഹർത്താലില്ല, ഈ ഉച്ച ടൈമിലൊന്നും ട്രോപ്പിക്കിൽ ആരും ഉണ്ടാവില്ല. പക്ഷെ വൈകുന്നേരം ഒന്നും ഇങ്ങോട്ട് വരാനേ പാടില്ല ഗൈസ് ഈവനിങ്ങിൽ. കാരണം എവിടെയൊക്കെ ഇതിൻ്റെ അടിയിലില്ലൊരു ബീച്ച് ബോട്ടൊക്കെ ഉള്ള സ്ഥലം, അവിടെയൊക്കെ നിറഞ്ഞ് നിൽക്കും ഗൈസ്. ഇപ്പോൾ ബോട്ടൊക്കെ ഒറ്റയ്ക്ക് നിൽക്കണ ഗൈസ്. ഞാൻ വല്ല ബസ്സും വരുമോ നോക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് കുറേ ഫ്രണ്ട്സുണ്ട്, ഫ്രണ്ട്സിനെ വിളിച്ച് നോക്കേണ്ടി വരും. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ വളരെ ചെറുതാണ്, പ്രത്യേകിച്ച് വലിയ കണ്ടൻ്റൊന്നുമില്ല ഗൈസ്. അപ്പോൾ ഈ വീഡിയോയുടെ വെച്ച് അവസാനിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഇനി വരും. അപ്പോൾ ഈ വീഡിയോയുടെ വെച്ച് എല്ലാവർക്കും ബൈ.